ഇന്ത്യ പിന്നിൽ നിന്നിരുന്ന ഇന്നലെകൾ അവസാനിച്ചുവെന്നും കൊച്ചിയിൽ നടക്കുന്ന മാപ്കോൺ സാങ്കേതിക വിദ്യകളുടെ സംഗമം ഒരു ടെക് കുംഭമേളയാണെന്നും ഡോക്ടർ ബി.കെ. ദാസ് പറയുന്നു. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ ഒരു പ്രധാന വ്യക്തിയും പ്രതിരോധ ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ യുദ്ധമുഖത്തെ നൂതന സാങ്കേതിക വിദ്യകളുടെ തിളങ്ങുന്ന മുഖവുമാണ് ഡോക്ടർ ബി.കെ. ദാസ്. തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളുമായി തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുമ്പോഴാണ് ഒരു രാജ്യം അഭിമാനഭരിതമാകുന്നതെന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസിന്റെയും മറ്റും പ്രകടശേഷി ലോകമറിഞ്ഞതാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. റേഡിയോ മൈക്രോവേവ് തരംഗങ്ങൾ തടയുന്നതുൾപ്പെടെയുള്ള അദൃശ്യമായ ആയുധങ്ങളും ഇന്ത്യയുടെ ആവനാഴിയിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു. 10 വർഷം മുമ്പ് ആയുധങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്ത ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ കാത്തുനിൽക്കുന്നു. ഇത് കുറച്ചു ദിവസം കൊണ്ട് ഉണ്ടായതല്ലെന്നും അടുത്ത 20 വർഷം മുൻകൂട്ടി കണ്ടാണ് ഇപ്പോൾ DRDO അഥവാ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നതെന്നും ഡോക്ടർ ബി.കെ. ദാസ് പറഞ്ഞു വയ്ക്കുന്നു. ഡോക്ടർ ദാസ് പറഞ്ഞതിന്റെ ഉദാഹരണങ്ങളാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ശത്രുരാജ്യത്തിന്റെ ഇലക്ട്രോണിക്സ് സിസ്റ്റത്തെയും റഡാർ സംവിധാനത്തെയും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെയും നിർവീര്യമാക്കാൻ കഴിവുള്ള ലേസർ ആയുധമായ ദുർഗ 2. അതുപോലെ തന്നെ രഹസ്യ സ്വഭാവത്തോടെ ഇന്ത്യയുടെ ആയുധപ്പുരയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാളി 5000. ലേസർ രശ്മിയുടെ പോലും സഹായമില്ലാതെ അദൃശ്യമായ ചില തരംഗങ്ങൾ മാത്രം ഉപയോഗിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ നിശ്ചലമാക്കാനും സാറ്റലൈറ്റുകളെ പോലും പ്രവർത്തനരഹിതമാക്കാനും കാളി 5000 കഴിയും എന്നതും പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ മികവ് തന്നെയാണ്. DRDOയിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഡയറക്ടർ ജനറലായ ഡോക്ടർ ദാസ് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കായി ആത്മനിർഭർ ഭാരത് ടെക്നോളജി വികസനത്തിൽ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ്.